ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക. ഇന്ന് നമ്മളൊരു സ്പൈഡർ വെബ് ഷൂട്ടറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ വീഡിയോ കാണുന്ന പോലുള്ള ഷേപ്പില് പേപ്പറുകൾ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ തുല്യ അളവിൽ കട്ട് ചെയ്ത് വെക്കാം. ഇത് സ്പൈഡർ വെബ് ഷൂട്ടറിന്റെ കേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആദ്യം നമ്മളിങ്ങനെ ആ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് എടുത്ത് അതിന്റെ മുകളിൽ ഇങ്ങനെ വരച്ചെടുക്കാം. ഇതിങ്ങനെ വെച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ വെബ് ഷൂട്ടർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിന്റെ അളവ് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ, ഇതിന്റെ കേസിന്റെ അളവ് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഈ ഷേപ്പിലും അടുത്ത ഷേപ്പിലും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ മാർക്ക് ചെയ്യാം. അളവിൽ വ്യത്യാസം വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വെബ് ഷൂട്ടറിന്റെ ഷേപ്പിലും വ്യത്യാസം വരും. അതുകൊണ്ട് അപ്പോൾ നമ്മൾ 3 ഷേപ്പിലും വരച്ചു. ഇനി അത് കത്രി വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കത്തിയോ ബ്ലേഡോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങളുടെ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ് ഷൂട്ടർ ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടോയ് ആണ്. ഈ ടോയ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ചിലവും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ടോയ് ആണിത്. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ കൈ മുറിയാതെ സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ വരച്ചിട്ടുള്ള കള്ളി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അത് മുഴുവനായും കട്ട് ചെയ്തെടുക്കരുത്. കാണുന്ന പോലെ മുകളിലെ ലെയറായിട്ട് പതുക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അവസാനത്തെ ഒരു ലെയർ അവിടെ വെക്കണം. ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ഈ ഷേപ്പുകളും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുത്ത 2 ഷേപ്പുകൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. പിന്നെ ഇങ്ങനെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പാളി എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതൊരു സെൻറ്റിമീറ്ററിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ പാകത്തിന് നമ്മളിപ്പോൾ ഒട്ടിച്ച ഇതിനേക്കാളും പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. 2 സൈഡിലേക്കും അങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഒട്ടിക്കുക. ഇപ്പോൾ ഒട്ടിച്ച 2 പീസുകളും ഏകദേശം 1/2 സെൻറ്റിമീറ്റർ പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുമ്പോൾ അങ്ങനെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം കട്ട് ചെയ്ത് അതേ ഷേപ്പിൽ ഇതേപോലുള്ള ഒരു ഷേപ്പിൽ 2 പീസും കൂടി ആവശ്യമുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഒട്ടിക്കാൻ വേണ്ടി. അപ്പോൾ അതിങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഒട്ടിക്കാൻ വേണ്ടിയാണ്. ഇത് നല്ലൊരു ഷേപ്പ് കിട്ടും അതും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിങ്ങനെ പൊങ്ങി കിടക്കും. ഒരു സൈഡ് മാത്രം പൊങ്ങി മറ്റേ സൈഡ് താന്നും അങ്ങനെ കിടക്കും. അപ്പോൾ അതിനൊരു ഷേപ്പ് വരും. ഇനി ഇതിന്റെ 2 സൈഡും നമ്മളിങ്ങനെ ഒരു ലെയർ എടുക്കുന്നുള്ളൂ കേട്ടോ. കാർഡ്ബോർഡിന്റെ ഒരു ലെയർ എടുത്തിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇനി ഏകദേശം ഒരു 3 സെന്റിയിൽ ഇങ്ങനെ ഒരു പേപ്പറിൽ ഇങ്ങനെ വരച്ച് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് റോളാക്കി എടുക്കാനുള്ളതാണ്. നമ്മളിങ്ങനെ കത്രിയോ എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു പെന്നെടുത്ത് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തെടുക്കണം. ഇത് നമ്മുടെ ഈ വെബ് ഷൂട്ടറിന്റെ കേസിൽ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാനുള്ളതാണ്. ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് നമ്മൾ എന്തെങ്കിലും പശ ഉപയോഗിച്ച് ചേർത്ത് ഒട്ടിച്ച് വെക്കണം. നല്ല സെറ്റാക്കി വെക്കണം. ഇനിയിപ്പോൾ ഈ റോളിന്റെ മുൻവശത്ത് ഏകദേശം 1 സെന്റിമീറ്ററിൽ ഇങ്ങനെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കണം. അതിനുവേണ്ടി നല്ലോണം റോൾ ചെയ്തെടുക്കുക. ഫ്ലെക്സിയോ നിങ്ങൾക്ക് എന്തെങ്കിലും പശ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാം. അതെങ്ങനെ കിടക്കും, ഇങ്ങനെ വെക്കും. അതിനിപ്പോൾ റോളിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ റൗണ്ട് തന്നെ ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ബാക്കി ഭാഗം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററായിട്ട് നമ്മളൊരു ഹോൾ ഇടുന്നത്. ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റോള് ഇതിന് മുകളിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. സെൻട്രലാക്കി നന്നാക്കി ഒട്ടിച്ചു കൊടുക്കുക. ഇനി എന്തെങ്കിലും ഈർക്കിലോ എന്തെങ്കിലും ഒരു ചെറിയൊരു കമ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ പേപ്പർ ചുറ്റി കൊടുക്കണം. അത് ഫ്ലെക്സി വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പം ഇങ്ങനെ 2 ചെറിയ കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസുകൾ എടുത്തിട്ട് നമ്മളിങ്ങനെ എൽ ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതിങ്ങനെ എൽ ഷേപ്പിൽ ഒട്ടിച്ചിട്ട് ഇത് നമ്മൾ ലോക്കാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ലോക്കാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഈ വെബ് ഷൂട്ടറിൻ്റെ
പിന്നിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഒരു കാർഡ്ബോർഡ് എക്സ്ട്രാ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇങ്ങനെ ഒട്ടിക്കാൻ. അങ്ങനെ പിന്നിൽ ഒട്ടിച്ചു കൊടുക്കണം. അതിനിപ്പോൾ ഈ വെബ് ഷൂട്ടറിനൊന്ന് പെയിന്റ് അടിച്ച് സൂപ്പറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ടോപ്പിലേക്ക് റെഡ് കളറും പിന്നെ സൈഡിലേക്ക് ഇങ്ങനെ ബ്ലാക്ക് കളറുമായിട്ട് എടുത്തിട്ടുള്ളത് നമ്മളിങ്ങനെ അടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള 2 സ്പ്രിങ് ആണ്. അത് നമ്മളെ ഒഴിവാക്കിയ സ്റ്റിക്ക് പെന്നിലൊക്കെ ഉണ്ടാവും. നമ്മൾ സ്റ്റിക്ക് പെന്നിന്റെ അകത്തു നിന്നാണ് ഈ സ്പ്രിങ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഈ ഈർക്കിലിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് മുന്നിലൂടെ വെബ് ഷൂട്ടറിന്റെ മുന്നിലൂടെ ഇങ്ങനെ കയറ്റി മുന്നിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് മുന്നോട്ട് ഇങ്ങനെ പോകും. നമുക്ക് സ്പ്രിങ്ങിന്റെ ആക്ഷൻ ആണത്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രാപ്പ് വെച്ച് ഇത് കയ്യിൽ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി നമ്മളൊരു സ്ട്രാപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. ഇങ്ങനെ ചൂണ്ടക്കാർ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കെട്ടിട്ടിട്ട് നമ്മൾ ഇതിന്റെ മുന്നിൽ ഈ ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈയിന്റെ വിരലുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുടുക്കി കൊടുക്കുന്നു. അത് വലിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലോക്ക് ഇങ്ങനെ ഒഴിവായി കിട്ടണം. അപ്പം നമ്മുടെ സ്പൈഡർ വെബ് ഷൂട്ടറിന്റെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഞാനിടുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുവാൻ ഷെയറും ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ അഖിൽ.